വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ്. എന്താണെന്നല്ലേ, വാഴപ്പിണ്ടി കൊണ്ട് ഒരച്ചാർ. നിങ്ങളുടെ എല്ലാവരുടെയും പലരുടെയും വീടുകളിൽ കാണും ധാരാളം വാഴ. അപ്പോൾ പിണ്ടി ഉണ്ടാവും. നമ്മൾ മിക്കവാറും കുറച്ചൊക്കെ എടുത്ത് കറി വയ്ക്കും, ബാക്കിയൊക്കെ വേസ്റ്റായിട്ട് പോവുക ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പിണ്ടി ഒന്നും കളയല്ലേ, ഇതേപോലെ അച്ചാറാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ 2 കഷ്ണം വാഴപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തെല്ലാം പൊളിച്ച് കളഞ്ഞ് കറക്റ്റായിട്ടുള്ളതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നാരുകളുണ്ടാകും, നമ്മൾ എടുത്ത് കളയണം. ഇങ്ങനെ നമുക്ക് ഓരോന്നും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലിപ്പോൾ അധികം നാരുകൾ കാണുന്നില്ല കേട്ടോ. ഈ പിണ്ടിക്ക് നാര് കുറവാണ്, ചെറിയ നാര കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ മീതെ വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കും. ഇതുപോലെ പിണ്ടി കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം, ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇടണം. ഇപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചിലപ്പോൾ കുറച്ച് നാരുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്ക്വയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കുക. ഇല്ല, ഇതില്ലെങ്കിൽ നിങ്ങളൊരു ഈർക്കിലി എടുത്താലും മതി. ഒരു 5-6 ഈർക്കിലി ആയാലും എടുത്തിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഉണ്ടാവും. അപ്പോൾ നാരുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റിക്കിൽ പിടിക്കും. കണ്ടോ, ഇതേപോലെ നമുക്ക് പോരും. അപ്പം നമ്മൾ ഇതെടുത്ത് മാറ്റണം. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിലെ നാരുകളുണ്ടെങ്കിൽ മാറ്റുക കേട്ടോ. എന്താ, അപ്പോൾ ഇതിലധികം നാരുകളില്ല. എന്താ, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ശരിക്കും പോയതിന് ശേഷം നമുക്ക് പിക്കിൾ ശരിയാക്കാം. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, കായത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, വിനീഗർ ആവശ്യത്തിന്, എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. പിന്നെ വേണ്ടത് കടുക് 1 ടീസ്പൂൺ. ചൂടായ കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിണ്ടി ഇട്ട് കൊടുക്കാം. വാഴപ്പിണ്ടിയുടെ വെള്ളമെല്ലാം പോയി ഇരിക്കുന്നുണ്ട്. നമുക്കിതിലേക്കിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം.
നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലല്പം ജലാംശം കൂടെ ഉണ്ട്. അതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കായത്തിൻ്റെ പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല കിടിലൻ വാഴപ്പിണ്ടി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇത് അരിയാൻ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഇത് ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിനി വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. ഇതേപോലെ അച്ചാറാക്കി വെക്കണം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.